ഹൈറേഞ്ച് NSS യൂണിയന്റെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി യൂണിയന് കീഴിലെ ഭാരവാഹികളുടെ യോഗം ശാക്തയം 2024 നെടുങ്കണ്ടത്ത് നടന്നു. നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശാക്തയം 2024 NSS രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഹൈറേഞ്ച് NSS യൂണിയന്റെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരയോഗം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഭരണസമിതി അംഗങ്ങൾ, യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാക്തയം 2024 എന്ന പേരിൽ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ സംഘടനകൾക്കും മാതൃകാപരമായി പെരുമാറണം. മറ്റ് സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ ഒരു കാര്യങ്ങളിൽ ഏർപ്പെടരുത്, സത്യസന്ധമായി ജീവിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി തന്ന ഒരു നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചതും പ്രവർത്തനക്ഷമമാക്കിയത്. അത് 110 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ്? വിദ്യാഭ്യാസം കൊടുക്കണം, നമ്മുടെ ആൾക്കാർക്ക് സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിദ്യാലയങ്ങളും കലാലയങ്ങളും സ്ഥാപിച്ചു. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റായി നായർ സർവീസ് സൊസൈറ്റി മാറാനുണ്ടായ കാരണം എന്ന് പറയുന്നത് 110 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളും കോളേജുകളുടെയൊക്കെ വളർച്ചയിലൂടെയാണ്. സത്യസന്ധമായി പോകണം, യാതൊരു കളങ്കവും ഉണ്ടാകരുത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്ന ഉദ്ദേശത്തോടുകൂടി ആചാര്യൻ തയ്യാറാക്കി തന്ന ആ നിയമാവലിയെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ നിയമാവലി റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ വിഘ്നം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നമ്മുടെ സമുദായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം, അത് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ, വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാർ രംഗത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സംഘടന ഈ 110 വർഷം പ്രവർത്തിച്ചിട്ട് പല ആൾക്കാരും അതിനെതിരെ കേസ് കൊടുക്കുകയും എതിർപ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെയും ആ സംഘടനയ്ക്കൊരു പോറൽ കേൾക്കാതെ പ്രവർത്തിച്ചതിൻ്റെ കാരണം ആ സംഘടന സത്യസന്ധമായും ക്രമപ്രകാരവും പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായി ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും അംഗങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനുമായി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ടും സമുദായത്തെ സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖ യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. NSS കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹ, മരണാനന്തര ചടങ്ങുകളിൽ ഏകീകരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ താലൂക്ക് യൂണിയൻ തയ്യാറാക്കിയ ആചാര പദ്ധതി എന്ന പുസ്തകത്തിന്റെ വിതരണവും യോഗത്തിൽ വെച്ച് നടന്നു. യൂണിറ്റിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങൾക്കായി 1,70,00,000 രൂപയുടെ വായ്പാ വിതരണവും ചടങ്ങിൽ നടന്നു. യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ KN സുകുമാരൻ നായർ, അനുരാഗ് G നായർ, KS ബാസിപ്പിള്ള, മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കോർഡിനേറ്റർ B ശ്രീനിവാസൻ, ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർ MR അനിൽകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ GA സുരേഷ് കുമാർ, S ചന്ദ്രശേഖരപിള്ള, PB പ്രഭാകരൻ നായർ, ഉത്തമൻ നായർ, KD അജയ്കുമാർ, SP അനിൽകുമാർ, ഉഷാകുമാരി M നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.